ഹായ്, കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ ഈ പ്ലാന്റ് ഹോർമോൺസിന്റെ ഒക്കെ സ്ട്രക്ചർ ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഇവയെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് പ്ലാന്റ് ഹോർമോൺസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിലൊക്കെ, അതായത് കാർഷിക മേഖലകളിലൊക്കെ ധാരാളമായിട്ട് നമ്മൾ എന്തോ ഉപയോഗിക്കുന്നു, ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ് ഉപയോഗിക്കുന്നു. അതായത് ഈ സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നാച്ചുറൽ പ്ലാന്റ് ഹോർമോൺസ് പഠിച്ചു ഇല്ലേ? അതായത് ഓക്സിൻസ്, ജിബർലിൻസ്, സൈറ്റോകിനിൻസ് തുടങ്ങിയ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺസ് ആണ് പഠിച്ചത്. അപ്പൊ അവയുടെ സ്ട്രക്ചർ ഒക്കെ, ഘടനയൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അതേപോലെയുള്ള സ്ട്രക്ചർ ഉള്ള പ്ലാന്റ് ഹോർമോൺസിനെ നമ്മൾ നിർമ്മിച്ചു ഇല്ലേ? അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്തു, ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്തു. അപ്പൊ അങ്ങനെ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺസിനെ വിളിക്കുന്ന പേരാണ് സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ് എന്ന് വിളിക്കും. സിന്തറ്റിക് പ്ലാന്റ് ഹോർമോണുകൾ. അപ്പൊ ഈ സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡിലൊക്കെ, അതായത് കാർഷിക മേഖലകളിലൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പ്ലാന്റ് ഹോർമോൺസിന്റെ ഒക്കെ ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചു. പ്ലാന്റ് ഗ്രോത്തിനും ഫ്രൂട്ട് ഫോർമേഷനും ഫ്ലവർ ഫോർമേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പഠിച്ചു അല്ലെ? അപ്പൊ ഈ അഗ്രികൾച്ചറൽ സെക്ടറിലാണെങ്കിൽ നമുക്ക് പലവിധ ആവശ്യങ്ങളുണ്ട്. അതായത് ഈ പ്ലാന്റ്സിന്റെ ഗ്രോത്തിനും അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റെമ്മിന്റെ ഇലോങ്ങേഷനോ ഫ്രൂട്ട്സിന്റെയോ ഫ്ലവേഴ്സിന്റെയോ ഒക്കെ ഫോർമേഷനോ ഒക്കെ എന്ത് വേണം? ഹോർമോൺസ് വേണം അല്ലെ? അപ്പൊ ഈ പ്ലാന്റ് ഹോർമോൺസിനെ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയതിനു ശേഷം ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺസ്, അവയെ വിളിക്കുന്ന പേരാണ് സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് സിന്തറ്റിക് ഓക്സിൻസ്, സിന്തറ്റിക് ജിബർലിൻ, സിന്തറ്റിക് എഥിലിൻ തുടങ്ങിയവ. അപ്പൊ ഇത് നാച്ചുറൽ പ്ലാന്റ് ഹോർമോൺ ഉണ്ട്, അതിന്റെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവയെ സിന്തസൈസ് ചെയ്തെടുത്തു. അവയെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചറൽ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ യൂസസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് സിന്തറ്റിക് ഓക്സിൻസ് എന്ന് പറയുന്നത് സ്റ്റെം കട്ടിങ്സിലെ റൂട്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് നമ്മൾ ഇപ്പൊ റോസോ, ചെമ്പരത്തി അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് സ്റ്റെം കട്ടിങ്സിലൂടെയാണ് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ ഈ സ്റ്റെം കട്ടിങ്സിനകത്തില് റൂട്ട് ഫോർമേഷൻ, അതായത് വേര് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സിന്തറ്റിക് ആയിട്ടുള്ള ഓക്സിൻസ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വീഡിസൈഡ്, അതായത് കളനാശിനി. ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അൺവാണ്ടഡ് പ്ലാന്റ്സ്, വേണ്ടാത്ത ചെടികൾ അല്ലെങ്കിൽ പുൽവർഗത്തിലുള്ള ചെടികളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ? അതൊന്നും നമുക്ക് വേണ്ടാത്തവയാണ്. അവയെ വിളിക്കുന്ന പേരാണ് വീഡ്സ് അല്ലെങ്കിൽ കളകൾ. അപ്പൊ ഈ കളകളെ നശിപ്പിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ്, വളങ്ങളൊക്കെ ആര് വലിച്ചെടുക്കും? ഈ വീഡ്സ് അല്ലെങ്കിൽ കളകൾ ഇല്ലേ? അപ്പൊ ഈ വീഡ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സിന്തറ്റിക് ഓക്സിൻസിനെ വീഡിസൈഡ് അല്ലെങ്കിൽ കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. അതിന്റെ പേരാണ് 2,4-D. അപ്പൊ ഈ 2,4-D എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ഓക്സിൻ ആണ്. അതെന്തായിട്ട് യൂസ് ചെയ്യുന്നു? വീഡിസൈഡ് അല്ലെങ്കിൽ കളനാശിനി. അപ്പൊ സിന്തറ്റിക് ഓക്സിൻസിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? സ്റ്റെം കട്ടിങ്സിലെ റൂട്ട് ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ വീഡിസൈഡ് ആയിട്ടും പ്രവർത്തിക്കുന്നു. ഒരു വീഡിസൈഡ് ആണ് ഏതെന്ന് പറയുന്നത് 2,4-D. ദെൻ അടുത്തത് സിന്തറ്റിക് ജിബർലിൻസ് ആണ്. അതായത് ഗ്രേപ്പ് വൈനിലൊക്കെ, മുന്തിരിയിലൊക്കെ ഫ്രൂട്ടിന്റെ സൈസ് വർദ്ധിപ്പിക്കാനായിട്ട്, അതായത് മുന്തിരിയുടെ വലിപ്പം വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഏതെന്ന് പറയുന്നത് സിന്തറ്റിക് ജിബർലിൻസ്. അപ്പൊ പ്ലാന്റ്സിനകത്തിലെ ഫ്രൂട്ട്സിന്റെ ഒക്കെ സൈസ് എന്ത് ചെയ്യണം? വലിപ്പം വർദ്ധിപ്പിക്കണം അല്ലെ? അപ്പൊ ആ വലിപ്പം വർദ്ധിപ്പിക്കുന്നത് കർഷകർക്ക് നല്ലതാണ്. അപ്പൊ ഇങ്ങനെ വലിപ്പം വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ഹോർമോൺ ആണ് ഏതെന്ന് പറയുന്നത് ജിബർലിൻസ്. അപ്പം ഗ്രേപ്പ് വൈൻ അല്ലെങ്കിൽ മുന്തിരിയിലൊക്കെ ഫ്രൂട്ടിന്റെ സൈസ്, വലിപ്പം വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതെന്ന് പറയുന്നത് ഷുഗർ കെയിന്റെ സ്റ്റെം ഇലോങ്ങേഷൻ, അതായത് കരിമ്പിന്റെ കാണ്ഡ ദീർഘീകരണത്തിന് സഹായിക്കുന്നു. അപ്പൊ ഷുഗർ കെയിനിൽ നമ്മൾ കരിമ്പ് അതിന്റെ സ്റ്റെം ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആ സ്റ്റെമ്മിന്റെ നീളം കൂട്ടുന്നത് നല്ല കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഷുഗർ കെയിൻ അല്ലെങ്കിൽ കരിമ്പിന്റെ സ്റ്റെം ഇലോങ്ങേഷൻ അല്ലെങ്കിൽ കാണ്ഡ ദീർഘീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ കൂടിയാണ് സിന്തറ്റിക് ജിബർലിൻസ്. അപ്പൊ സിന്തറ്റിക് ജിബർലിൻസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഗ്രേപ്പ് വൈനിലെ ഫ്രൂട്ടിന്റെ സൈസ് കൂട്ടാനായിട്ട്, അതുപോലെ തന്നെ ഷുഗർ കെയിനിലെ സ്റ്റെം ഇലോങ്ങേഷനും സഹായിക്കുന്നു. ദെൻ അടുത്തത് സിന്തറ്റിക് എഥിലിൻ ആണ്. എഥിലിൻ എന്ന് പറയുന്നത് ഫ്രൂട്ട് റൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് അല്ലേ? അപ്പൊ ഫ്രൂട്ട്സ് ഒരേ സമയം തന്നെ ഫ്രൂട്ട്സ് എല്ലാം റൈപ്പൻ ചെയ്യാനായിട്ട്, ഫലങ്ങൾ പാകമാകാനായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, കർഷകർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരേ സമയം ഹാർവെസ്റ്റിംഗ് നടത്തുന്നതാണ് നല്ലത് അല്ലേ? അതാണ് അവരുടെ ലാഭം. അപ്പൊ ഇങ്ങനെ ഒരേ സമയം ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ വിളവെടുപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം ഒരേ സമയം എന്ത് ചെയ്യണം? റൈപ്പൻ ചെയ്യണം, പാകമാക്കണം. അപ്പൊ ഇങ്ങനെ ഒരേ സമയം ഹാർവെസ്റ്റിംഗ്, അതായത് ഹാർവെസ്റ്റിംഗിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് ഫ്രൂട്ട്സ് എല്ലാം ഒരേപോലെ റൈപ്പൻ ചെയ്യാൻ അല്ലെങ്കിൽ പാകമാകാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഏതെന്ന് പറയുന്നത് സിന്തറ്റിക് എഥിലിൻ. അപ്പൊ സിന്തറ്റിക് എഥിലിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം എന്ത് ചെയ്യുന്നു? ഹാർവെസ്റ്റിംഗിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് ഒരേ ടൈമിൽ റൈപ്പൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അത് കൂടാതെ തന്നെ ബനാന, ടൊമാറ്റോ തുടങ്ങിയവയൊക്കെ റൈപ്പൻ ചെയ്യാനായിട്ട്
ബനാനയും അതുപോലെ തന്നെ ടൊമാറ്റോയും ഒക്കെ പാകമാകുന്നതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സിന്തറ്റിക് എഥിലീൻ. അപ്പൊ സിന്തറ്റിക് എഥിലീൻ എന്ന് പറയുന്നത് ഫ്രൂട്ട് റൈപ്പനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ച് പറയാൻ. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ പ്ലാന്റ് ഹോർമോൺസിനെ കൊണ്ടുള്ള യൂസസ് ഇല്ലേ, എന്തൊക്കെയായിരുന്നു? പ്ലാന്റ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫ്രൂട്ട് ഫോർമേഷൻ, ഫ്ലവർ ഫോർമേഷൻ, സീഡ് ഡോർമൻസി തുടങ്ങിയ പ്രോസസ്സസിനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്ലാന്റ് ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ ഹോർമോൺസ് എന്ന് പറയുന്നത് മാത്രമല്ല ഇങ്ങനെയുള്ള പ്രോസസ്സസിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഇത് കൂടാതെ ചിലപ്പോൾ പ്രോട്ടീൻസ് ഒക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്? ഇതുപോലെയുള്ള പ്രക്രിയകൾക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ അത് കൂടാതെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്, അതായത് ദിനരാത്രങ്ങളുടെ ദൈർഘ്യവും എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള പ്രക്രിയകളിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം ഫ്രൂട്ട് ഫ്ലവേഴ്സിന്റെ ഒക്കെ ഫോർമേഷനും സീഡ് ഡോർമൻസിക്കും ഒക്കെ ഈ ഹോർമോൺസ് മാത്രമല്ല ചില പ്രോട്ടീൻസും അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഒക്കെ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്ന് പറയുന്നത് എല്ലാ ജീവികളുടെയും ജീവിത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഗ്രോത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഇല്ലേ. അപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ജീവിയുടെ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് ആനിമൽസിൽ മാത്രമല്ല റീപ്രൊഡക്ഷൻ നടക്കുന്നത്, പ്ലാന്റ്സിലും എന്ത് നടക്കുന്നുണ്ട്? റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ലൈഫ് ടൈമിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് ഏതെന്ന് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാന്റ്സിൽ റീപ്രൊഡക്ഷന്റെ ആരംഭം എന്ന് പറയുന്നത് ഫ്ലവർ ഫോർമേഷനിലൂടെയാണ്. അപ്പൊ ഫ്ലവേഴ്സ് ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? റീപ്രൊഡക്ഷനെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം ഫ്ലവേഴ്സ് ഫോം ചെയ്യുമ്പോഴാണ് പോളിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇല്ലേ. അപ്പൊ ഈ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഹോർമോൺസ് സഹായിക്കാറുണ്ട്. ഇത് കൂടാതെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റും എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? ഈ ഫ്ലവറിങ് അല്ലെങ്കിൽ പൂവിടലിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില പ്ലാന്റ്സിനാണെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാകാനായിട്ട് കുറച്ച് ലൈറ്റ് മതിയായിരിക്കും, പക്ഷെ ചില പ്ലാന്റ്സിനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലൈറ്റ് ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ലൈറ്റിന്റെ ആ ഒരു ഡ്യൂറേഷൻ ഇല്ലേ, അതായത് ഡേ ആൻഡ് നൈറ്റിന്റെ ഒരു ഡ്യൂറേഷൻ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? ഫ്ലവറിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ദ റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു ഫോട്ടോ പീരിയഡ് ഈസ് കോൾഡ് ഫോട്ടോ പീരിയോഡിസം. അതായത് സസ്യങ്ങളുടെ ദിനരാത്രങ്ങളോടുള്ള പ്രതികരണത്തെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ പീരിയോഡിസം. അപ്പൊ ഈ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം അനുസരിച്ച്, അതായത് ആ ലൈറ്റിന്റെ പ്രസൻസ് അനുസരിച്ചിട്ടാണ് അവരിൽ ഫ്ലവറിംഗ് നടക്കുന്നത്. അപ്പൊ ഈ ഫ്ലവറിംഗ് ടൈം, അതുപോലെ തന്നെ പോളിനേഷൻ, സീഡ് ഫോർമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ലൈറ്റ് അഫക്ട് ചെയ്യുന്നുണ്ട്. ലൈറ്റിനോട് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു റെസ്പോൺസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫോട്ടോ പീരിയോഡിസം. അപ്പൊ അവരുടെ ഫ്ലവറിംഗ് ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഫോട്ടോ പീരിയോഡിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഫ്ലവറിങ്ങിന്റെ ടൈം, അതുപോലെ തന്നെ പോളിനേഷൻ, പരാഗണം, സീഡ് ഫോർമേഷൻ, വിത്തിന്റെ രൂപീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് അഫക്ട് ചെയ്യുന്നുണ്ട്? ലൈറ്റ് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലൈറ്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് പ്ലാന്റ്സിലുണ്ട്. ആ പിഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഫൈറ്റോക്രോം. പ്ലാന്റ്സ് ലൈറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിന് അതിനനുസരിച്ചിട്ടുള്ള റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ വേണം. അപ്പൊ ഇങ്ങനെ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പിഗ്മെന്റ് അല്ലെങ്കിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആരിലുണ്ട്? പ്ലാന്റ്സിലുണ്ട്. അപ്പൊ ഈ പ്രകാശഗ്രാഹികളായിട്ടുള്ള വർണ്ണകത്തെ വിളിക്കുന്ന പേരാണ് ഫൈറ്റോക്രോം എന്ന് വിളിക്കും. അപ്പൊ ഈ ഫൈറ്റോക്രോം എന്ന് പറയുന്നത് ഷൂട്ട് ടിപ്പ്, അതായത് കാണ്ഡത്തിന്റെയൊക്കെ അഗ്രഭാഗത്തുള്ള ഡെവലപ്ഡ് ലീവ്സ്, അതായത് വിരിഞ്ഞ ഇലകളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഫൈറ്റോക്രോം കാണപ്പെടുന്നത്. അപ്പൊ ഈ വിരിഞ്ഞ ഇലകളിൽ കാണപ്പെടുന്നത്, അതായത് കാണ്ഡത്തിന്റെയൊക്കെ അഗ്രഭാഗത്താണല്ലോ വളർച്ച നടക്കുന്നത് ഇല്ലേ. അപ്പൊ ആ ഭാഗത്തുള്ള വിരിഞ്ഞ ഇലകളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ലൈറ്റിനെ റിസീവ് ചെയ്യുന്ന ഫൈറ്റോക്രോം എന്ന് പറയുന്ന പിഗ്മെന്റ് കാണപ്പെടുന്നത്. ഈ ഫൈറ്റോക്രോമിന്റെ സഹായത്തോടു കൂടി ഇലകൾ എന്ത് തിരിച്ചറിയുന്നു? ലൈറ്റിന്റെ പ്രസൻസ് ഇല്ലേ, അതായത് ലൈറ്റ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ലീവ്സ് തിരിച്ചറിയുന്നു. ലീവ്സ് ഇതിനനുസരിച്ചിട്ടുള്ള സിഗ്നൽസ് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജസ് എവിടേക്ക് സെൻഡ് ചെയ്യുന്നു? ഷൂട്ട് ടിപ്പിലേക്ക്, അതായത് കാണ്ഡത്തിന്റെ അഗ്രഭാഗത്തേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ച് ഫ്ലവറിംഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീനുകൾ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റഡ് ആകുന്നു, ഫ്ലവറിംഗ് നടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഫ്ലവറിംഗ് അല്ലെങ്കിൽ പൂവിടൽ ഇല്ലേ, പൂവിടലിന് ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ലൈറ്റിന്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്, ദിനരാത്രങ്ങളുടെ ദൈർഘ്യവും ഫ്ലവറിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്ലാന്റ്സ് ഡേ ആൻഡ് നൈറ്റിനോട് അല്ലെങ്കിൽ ഫോട്ടോ പീരിയഡിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ പീരിയോഡിസം. അപ്പൊ ഈ ഫോട്ടോ പീരിയോഡിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഈ ലൈറ്റിനെ റിസീവ് ചെയ്യാൻ സഹായിക്കുന്ന ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെന്റ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികളായിട്ടുള്ള വർണ്ണകം എന്ന് പറയുന്നത് ഫൈറ്റോക്രോം ആണ്.
അപ്പൊ ഈ ഫൈറ്റോക്രോം കാണപ്പെടുന്നത് ഷൂട്ടിന്റെ ടിപ്പിലുള്ള ഡെവലപ്ഡ് ലീവ്സിലാണ്. ഈ ഫൈറ്റോക്രോമിന്റെ സഹായത്തോടു കൂടി ലീവ്സ് ലൈറ്റിന്റെ പ്രസൻസ് തിരിച്ചറിയുകയും അതിനനുസരിച്ചിട്ടുള്ള സിഗ്നൽസ് ഷൂട്ട് ടിപ്പ് അല്ലെങ്കിൽ കാണ്ഡത്തിന്റെ അഗ്രഭാഗത്തേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് പൂവിടൽ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ പൂവിടൽ നിയന്ത്രിക്കുന്ന ഫ്ലവറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു, ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് ഫ്ലവറിങ് അല്ലെങ്കിൽ പൂവിടൽ നടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഹോർമോൺസ് മാത്രമല്ല ഫ്ലവറിങ്ങിനെ ഹെൽപ്പ് ചെയ്തത്, ലൈറ്റിന്റെ പ്രസൻസും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്ലാന്റ്സിനകത്തിലുള്ള ഹോർമോൺസിനെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മളുടെ ശരീരത്തിലുള്ള ഹോർമോൺസിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്